ഹലോ ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഭൂമിജ ഒരു കപ്പ് ചായ ആയിട്ട് നേരെ നമ്മുടെ അജയിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ അജയ് സാധാരണ പോലെ തന്നെ വിളിച്ചിട്ട് പൊക്കോന്നൊക്കെ പറയുകയാണ്. പക്ഷേ ഭൂമിജ പറയാണ്, സാറ് സാധാരണ പോലെ ദേഷ്യപ്പെടുന്നതാണ് കാണാൻ ഭംഗി, അല്ലാതെ ഇങ്ങനെ സൗമ്യമായിട്ടിരുന്നാൽ അതിനൊരു സുഖമില്ലാന്ന്. എന്നാൽ പിന്നെ എടുത്തുകൊണ്ട് പോടി നിൻ്റെ ചായ എന്നും പറഞ്ഞ് അങ്ങനെ ദേഷ്യപ്പെടാട്ടോ. ഭൂമിജ ഞെട്ടിപ്പോണുണ്ട്. മതിയോ, നിനക്ക് ഇത്രയും മതിയോ എന്ന് ചോദിച്ചിട്ട് ചിരിക്കുകയാണ്. അപ്പം ഭൂമിക്ക് മനസ്സിലാവാണ്, കാരണം ആള് പുറമേ ഇങ്ങനെയുള്ള പരിക്കൻ സ്വഭാവം മാത്രമേ ഉള്ളൂ, ഉള്ളിൽ പാവമാണെന്ന് മനസ്സിലാവാണ് കേട്ടോ. അപ്പോൾ തന്നെ സാറിനോട് പറയാം, സാറേ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പലരും പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി പ്രയാസങ്ങളും കൊണ്ട് നടക്കുന്നവരായിരിക്കും. എന്നിട്ട് അതെല്ലാം കനൽ പോലെ ഉള്ളിൽ എരിച്ച് വെച്ചിട്ടായിരിക്കും പുറമേ ചിരിക്കുന്നത് അല്ലേ. ഇതൊക്കെ എന്നും പറഞ്ഞു തിരിച്ചു പോവാട്ടോ ഭൂമി. പോയി കഴിയുമ്പോൾ തന്നെ ആൽഫ്രഡിനോട് നമ്മുടെ അജയ് പറയുന്നുണ്ട്, ഭൂമി പറഞ്ഞത് എത്ര കറക്റ്റാണ്, ഉള്ളിൽ എത്ര നെരിപ്പോട് വെച്ചിട്ടാവും പലരും പുറമേ ചിരിക്കുന്നത്, അതൊരു കണക്ക് ശരിയല്ലേ. ഞാനും അങ്ങനെ തന്നെയല്ല ആൽഫ്രഡെ. നയനയുടെ കാര്യം നീ ഓർത്തു നോക്കൂ, എനിക്ക് ഇന്ന് വരെ നയനയെ മറക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവളെ ഓർമ്മകൾ എന്നിൽ നിന്നും പോയിട്ടുണ്ടോ? അത് ഞാൻ എൻ്റെ വേദനയായിട്ട് മനസ്സിലടക്കി വെച്ചിരിക്കുക. പുറമേ ഞാൻ അതുകൊണ്ടാവും ഇങ്ങനെയൊക്കെ ആയതല്ല ആൽഫ്രഡെ. നീ എന്താടാ മിണ്ടാതിരിക്കുന്നത്? നിൻ്റെ സഹോദരി നയനെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. അതെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അന്ന് അവൾ പോയതല്ലേ നമ്മളെയൊക്കെ വിട്ട്, തിരിച്ച് വരുമെന്ന് ഉറപ്പ് തന്ന് പോയതല്ലേടാ. തിരിച്ചവൾ വന്നോ? പക്ഷേ എനിക്ക് പ്രതീക്ഷയുണ്ട്, അവൾ വരും, എനിക്ക് ഉറപ്പാണ്. ഞാൻ അവൾക്ക് വേണ്ടി തന്നെ കാത്തിരിക്കുന്നത് എന്ന് വീണ്ടും അജയ് പറയുമ്പോൾ ആൽഫ്രഡ് പറയാം, എടാ നീ അതൊക്കെ വിട്ടുകളാ, ഞാനതൊന്നും ഓർക്കാനേ ശ്രമിക്കുന്നില്ല. പഴയതൊക്കെ ഓർത്താൽ എനിക്ക് ഇങ്ങനെ പോലും എനിക്ക് നടക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ ഓർക്കാൻ ശ്രമിക്കാറില്ലടാ. പിന്നെ ആൽഫ്രഡ്, നീ ഒരു കാര്യം അറിഞ്ഞല്ലോ അല്ലേ? നീ അറിഞ്ഞ കാര്യം തന്നെയല്ലോ, നീയല്ലേ എന്നോട് പറഞ്ഞത് അഞ്ജനയായിട്ട് എൻ്റെ വിവാഹം ഉറപ്പിക്കുന്ന കാര്യം. അത് തകൃതിയായിട്ട് നടക്കുകയാണ്, എനിക്ക് തീരെ താല്പര്യമില്ല. നിനക്കൊന്ന് വീട്ടിൽ പറഞ്ഞുകൊണ്ട് ഇടാമെന്ന് ചോദിക്കുമ്പോൾ ആൽഫ്രഡ് പറയാം, എടാ അജയ്, എനിക്ക് പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നിങ്ങളുടെ കുടുംബ വിഷയമല്ലേ, അത് വേണമെങ്കിൽ മുത്തശ്ശിയും ബാക്കി എല്ലാവരും കൂടെ എടുത്ത തീരുമാനമല്ലേ. ഞാൻ പറഞ്ഞാലൊന്നും അവർ കേൾക്കില്ല. നിനക്ക് അഞ്ജനയോട് സംസാരിക്കാം. അഞ്ജനയല്ലേ ഇതിൽ എതിരെ നിൽക്കുന്ന ആൾ. അവൾക്ക് വേണ്ടാന്ന് വെച്ചാൽ പിന്നെ അവർക്ക് വേണ്ടല്ലോ. ഇതിപ്പോൾ അപ്പം നീ എന്ത് ചെയ്യണം? അഞ്ജനയോട് സംസാരിക്കുക, എന്നിട്ട് കാര്യം പറ, അവളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക, അപ്പോൾ ഓക്കെ ആവും. അത് നീ പറഞ്ഞത് ശരിയല്ലേ? ഞാനിന്ന് അഞ്ജനയെ വിളിച്ച് സംസാരിക്കാം. അപ്പം തന്നെ അഞ്ജനയെ വിളിച്ച് അജയ് സംസാരിക്കുക. അജയിൻ്റെ ഫോൺ കാണുമ്പോൾ അഞ്ജനയ്ക്ക് നല്ല സന്തോഷമാവണം കേട്ടോ. എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനെന്ന് പറയുകയാണ്. നീ എനിക്ക് സംസാരിക്കാനുണ്ട്, നീ വരണം. ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മളെ പേഴ്സണൽ കാര്യം സംസാരിക്കാനല്ലേ, ഞാൻ തന്നെ ഒരു സ്ഥലം ഫിക്സ് ചെയ്യാം, അങ്ങോട്ട് അജയ് വന്നോളൂ. ഓക്കെ പറഞ്ഞ ഒരു ഫോൺ വയ്ക്കുക. അപ്പോൾ അച്ഛന് അവിടെ നിന്ന് സ്വപ്നം കാണുന്നുണ്ട് കേട്ടോ, ഇവർ രണ്ടുപേരും കൂടെ ബൈക്കിൽ പോകുന്നതും കറങ്ങുന്നതും. കാരണം തന്നോടുള്ള പ്രണയം പറയാനാണ് അജയ് വരുന്നതെന്നാണ് അഞ്ജന വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ അഞ്ജന ഭയങ്കര ഹാപ്പി ആയിട്ട് ഡ്രസ്സൊക്കെ മാറി പോവാണ്. പോകുന്ന സമയത്ത് അതേ സമയത്ത് ഒരു ഹോട്ടലിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത് കേട്ടോ ഇവർ തമ്മിൽ. അവിടെ ചെന്നിരിക്കുമ്പോൾ തന്നെ അജയന് വല്ലാത്തൊരു അസ്വസ്ഥതയൊക്കെ തോന്നുന്നുണ്ട്. അവിടെ വേറെ ആരുമില്ല, എല്ലാ സീറ്റും ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ തന്നെ അഞ്ജന പറയാം, നോക്കണ്ട, എല്ലാ സീറ്റും ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ആരും വരില്ല, നമുക്ക് പേഴ്സണലായിട്ട് ഹാപ്പി ആയിട്ടിരുന്ന് സംസാരിക്കാം. എന്താ അജയൻ്റെ പറയാൻ വന്നത്? നമ്മുടെ കല്യാണ വിഷയത്തെക്കുറിച്ചല്ലേ? എനിക്ക് പറയേണ്ടത് അതല്ല അഞ്ജന. സത്യം പറഞ്ഞാൽ ഈ വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല, അത് തന്നെയാണ് ഞാൻ തുറന്നു പറയാമല്ലോ. എനിക്ക് വേറൊരു ഇഷ്ടം ഉണ്ട്, ആ ഇഷ്ടം മറന്ന് എനിക്കൊരാളെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അഞ്ജന ആദ്യം ഒന്ന് ഞെട്ടാണ്. എന്നിട്ട് പറയേണ്ട, എനിക്ക് മനസ്സിലായി അതാരാണെന്ന്. ആ ഭൂമിയല്ലേ? ഭൂമിയോ? ആ സംബന്ധം പറയല്ലേ? അവളൊന്നുമല്ല, വേറൊരു കുട്ടിയാണ്. അവളെൻ്റെ മനസ്സിലുണ്ട്, അവളെയാണ് ഞാൻ സ്നേഹിച്ചത്, അവളെ മറക്കാൻ എനിക്കാവില്ല. നയന, നിനക്കറിയാമല്ലോ അത്. അപ്പോൾ അഞ്ജന എണീറ്റിട്ട് പറയാം, അതൊക്കെ പഴയ കാര്യമല്ലേ, അതൊക്കെ മറക്കാറായില്ലേ? ഇല്ല, എനിക്കത് മറക്കാനാവില്ല എന്നിങ്ങനെ പറയാട്ടോ. അപ്പോൾ നീ അതുകൊണ്ട് ഇതിൽ നിന്നും പിന്തിരിയണം, എനിക്ക് താല്പര്യമില്ല. നീ വീട്ടിൽ പറയണം മുത്തശ്ശിയോടൊക്കെ നിനക്ക് താല്പര്യമില്ല എന്ന്, എന്നാൽ മാത്രമേ ഇതിൽ നിന്നും പിന്തിരിക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും പോവാമെന്ന് പറഞ്ഞ് അജയ് അവിടെ നിന്ന് പോവാട്ടോ. അപ്പോൾ അഞ്ജന വിചാരിക്കുന്നുണ്ട്, ഇവനെ അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റുമോ? പറ്റില്ല. എന്തായാലും ഇവനെ തന്നെ ഞാൻ വിവാഹം കഴിക്കുള്ളൂ. എൻ്റെ ലക്ഷ്യം നേടുന്നെങ്കിൽ ഇവനെ കെട്ടിയാലല്ലേ പറ്റുള്ളൂ. അങ്ങനെ നേരെ പുറകെ ചെന്നിട്ട് അജയനോട് പറയാം, അജയ്, എന്തായാലും ഞാനിത് മുത്തശ്ശിയോട് സംസാരിക്കാം. നമ്മൾ കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് വളർന്നതല്ലേ, നീ ഒരു ആഗ്രഹം എന്നോട് പറയുമ്പോൾ ഞാനിത് നടത്തണ്ടേ? സത്യമാണോ നീ പറയുന്നത്? അതെ, ഞാൻ മുത്തശ്ശിയോട് പറയാം. മുത്തശ്ശി സമ്മതിക്കുമെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞോളാം. ശരി, ഒരുപാട് നന്ദിയുണ്ട്, താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ പിരിയുക. പക്ഷേ നമ്മുടെ അഞ്ജനയുടെ മനസ്സിൽ ഭയങ്കര ദേഷ്യം വരും കേട്ടോ. ഇതെങ്ങനെയെങ്കിലും ഈ വിവാഹം നടത്തിയെടുത്തേ ഒരുങ്ങുള്ളൂ എന്നാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭവാനീനെ കാണിക്കണം.
ഭവാനിയും ആ കമാലും കൂടെ സംസാരിക്കുക കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഈ പറയുന്ന അച്യുതൻ എന്തോ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് ഈ അച്ഛനെയും മകളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അയാളെ കൊല്ലാനായിട്ട് ഞാൻ കത്തി എടുത്തതായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പോൾ ഭവാനി വഴക്ക് പറയാം, കമാലേ എന്ത് മണ്ടത്തരമാണ് നീ കാണിക്കുന്നേ? നിന്നോട് അച്യുതനെ കൊല്ലാനാണോ ഞാൻ പറഞ്ഞത്? അവളാണ് നമ്മുടെ ലക്ഷ്യം, അയാളുടെ മകൾ. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് കൊല്ലാനായിട്ട് കൈമാറി ആ പെൺകൊച്ചാണോ എന്ന് അറിയണം. അതിനിപ്പോൾ നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഫോട്ടോ വല്ലതും ഉണ്ടോ? നീ ആ പെൺകൊച്ചിൻ്റെ ഫോട്ടോ എടുത്തോ കമാലെ? ഫോട്ടോസ് ഒന്നും എൻ്റെ കയ്യിലില്ല. അച്യുതനൊരു മോളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അവളെ ശരിക്കും പറഞ്ഞാൽ അവളുടെ ഇടതുവശത്തെ തോളിൻ്റെ സൈഡിലായിട്ട് ഒരു കറുത്ത മറുകുണ്ട്. അതിപ്പോഴും ഉണ്ടായിരിക്കണമല്ലോ, ജനിച്ചപ്പോഴേ ഉള്ളതല്ലേ. അതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അവൾ തന്നെയാണെന്ന് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെയാണെങ്കിൽ രണ്ടും ജീവിച്ചിരിക്കത്തെന്നാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? അച്ഛനും വേണ്ട മോളും വേണ്ട ഭൂമിയിൽ. അഞ്ജനയ്ക്ക് അവിടെ എൻഗേജ്മെൻ്റൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് വെച്ച് ഇവള് പഴയ ബന്ധവും പറഞ്ഞ് അയാളെ മോള് കയറി വരാനൊന്നും പാടില്ല. അതിന് മുമ്പേ തീർത്തേക്കണം. അതുകൊണ്ടാണ്. ശരി, ഓക്കെ എന്നും പറഞ്ഞ് അയാൾ പോവാം. ഈ സമയത്ത് ഭൂമി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കത്തുമായിട്ട് അൽഫോൺസ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് വരുവാണ്. അപ്പോൾ തന്നെ പഠിപ്പിച്ചൊരു സിസ്റ്റർ അവിടെ വെച്ച് കാണുക കേട്ടോ. സിസ്റ്റർ വന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ ഇപ്പം IPS ആണോ IAS ആണോ ഡോക്ടറാണോ എന്ന് ചോദിക്കുക. അപ്പോൾ തന്നെ ഭൂമി തിരിച്ച് പറയുന്നുണ്ട്, ഇവരൊക്കെ നാട്ടിൽ ഒരുപാടുണ്ട്, പക്ഷേ പഠിക്കുന്ന കാലം മുതലേ സിസ്റ്റർ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണല്ലേ ഇതെല്ലാം. എന്നാലും ഇവരെയൊക്കെ പോലുള്ളവർക്ക് ചായ കൊടുക്കാനും ഏതെങ്കിലും കോഫി ഷോപ്പൊക്കെ വേണ്ടേ? അത് ശരി, അപ്പോൾ കോഫി ഷോപ്പാണ് താൻ നടത്തുന്നതെന്ന് പറയാതെ പറഞ്ഞു, അത്രയേ ഉള്ളൂ. സിസ്റ്ററെ, ഞാനിപ്പോൾ വന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. എൻ്റെ അച്ഛന് തീരെ വയ്യ. അപ്പോൾ അച്ഛനെ ചികിത്സയ്ക്ക് പണം വേണം. എൻ്റെ കയ്യിലില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടുത്തെ ട്രസ്റ്റിൽ ഒരു ലെറ്റർ എഴുതി തന്നിട്ടുണ്ട്. ഇവിടെ നിവേദനം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ധനസഹായം കിട്ടുമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി വന്നതാ. എന്നാൽ വാ, നമുക്ക് അച്ഛനെ കാണാം. അങ്ങനെ അച്ഛനുമായിട്ട് സംസാരിക്കുക കേട്ടോ. അച്ഛൻ ആ കത്തൊക്കെ വായിച്ച് നോക്കുകയാണ്. കാര്യമെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇതിൽ സീരിയസ് മാറ്റർ തന്നെയാണ്. പക്ഷേ എനിക്ക് മാത്രമായിട്ട് കുട്ടി ഒരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ ഭൂമി വല്ലാത്തൊരു വിഷമത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും അച്ഛൻ പറയുന്നുണ്ട്, ടെൻഷൻ ആവണ്ട, നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇതുപോലെ നമുക്ക് ഫോമൊക്കെ ഫില്ല് ചെയ്ത് തരാറുണ്ട്. എന്നിട്ട് ഇത് നമ്മളിവിടെ ഒരു മീറ്റിംഗ് പോലെ വെക്കും. അതിൽ പാസ്സാവുന്നവർക്കാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. ഒരുപാട് പേരും ഇതുപോലെ ധനസഹായത്തിന് വരാറുണ്ടല്ലോ. എന്തായാലും കുട്ടി ഒരു കാര്യം ചെയ്യും, ഇവിടെ ഒരു ഫോമുണ്ട്, ആ ഫോമെല്ലാം ഫില്ല് ചെയ്ത് ഇവിടെ കൊടുത്തേക്ക്. അടുത്ത മീറ്റിങ്ങിൽ എന്തായാലും ഇതും കൂടെ ഞാൻ വെച്ചേക്കാം. എനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കത്തില്ല, എല്ലാവരും കൂടെ ആലോചിച്ച് നമുക്ക് നോക്കാം, പ്രതീക്ഷയൊന്നും കൈവിടണ്ടെന്ന് പറഞ്ഞു വിടാം കേട്ടോ. അപ്പം സിസ്റ്റർ പറയുന്നുണ്ട്, വാ ഭൂമി എൻ്റെ റൂമിലേക്ക് വാ, അവിടെ വന്നിരുന്ന് നമുക്ക് ഫോമെല്ലാം ഫില്ല് ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഭൂമി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കമാലിനെ വഴിക്ക് വെച്ച് കാണും കേട്ടോ. അയാളാണെങ്കിൽ ഈ ഭൂമിയുടെ വണ്ടിയുടെ മുന്നിൽ തന്നെ തൻ്റെ ജീപ്പ് കൊണ്ട് ചവിട്ടി നിർത്തുകയും ഭൂമി മറിഞ്ഞു വീഴാൻ പോവുക കേട്ടോ. അയാളെ കണ്ടിട്ട് എത്ര പന്തിയെല്ലാം തോന്നുകയാണ്, കയ്യിലൊരു കത്തിയൊക്കെ ഉണ്ട്. അങ്ങനെ ഭൂമി അവിടെ നേരെ ആ വണ്ടി നിന്ന് പുറകിലോട്ട് ഓടുക കേട്ടോ. ഇയാൾ തൊട്ട് പിറകെയുണ്ട്. അവസാനം ഭൂമി ഒരുപാട് ദൂരം ഓടുന്നെന്നറിയുമ്പോൾ ഇയാളുടെ കയ്യിലിരുന്ന കത്തി നിവർത്തി വലിച്ചൊറ്റ വീശി കൊടുക്കുകയാണ്. ഭൂമിയുടെ കഴുത്തിന് മേലെ കൊണ്ടിട്ട് അയ്യോ എന്ന് വിളിക്കുകയാണ്, നിലവിളിക്കുക കേട്ടോ നമ്മളെ ഭൂമിക. പക്ഷേ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിലെങ്കിലും ഇത് മിക്കവാറും നമ്മുടെ അച്യുതൻ കാണുന്ന സ്വപ്നമായിരിക്കാനാണ്, പേടിച്ച് നിലവിളിച്ചിട്ട് ആയിരിക്കാം. ഡീറ്റെയിൽഡ് എപ്പിസോഡ് പ്രൊമോ ആയിട്ട് നാളെ വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്